ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയുടെ പുതിയൊരു ഉഡായിപ്പിനെക്കുറിച്ച്. ഉഡായിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നായകൻ്റെ പടം കളിക്കുമ്പോൾ അതിൽ വേറൊരു നായകനെ ക്യാമിയോ എന്ന് പറഞ്ഞിട്ട് ഇറക്കൽ. ഇപ്പോൾ മമ്മൂട്ടി നായകനായിട്ട് അഭിനയിക്കുന്ന പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ, അതിൽ മോഹൻലാൽ ക്യാമിയോ. അതുപോലെ അതിന് മുമ്പേ ദിലീപിൻ്റെ ബബ്ബ ബബ്ബ എന്ന് പറഞ്ഞ സിനിമ കളിച്ചു, അതിൽ മോഹൻലാൽ ക്യാമിയോ. അതിനു മുൻപ് ജയറാമിൻ്റെ 1-2 പടത്തിൽ മമ്മൂട്ടി ക്യാമിയോ. ഈ ക്യാമിയോ എന്ന് പറഞ്ഞിട്ട് ഇവരെ അഭിനയിപ്പിച്ചിട്ട് പടം രക്ഷപ്പെടുന്നില്ല, പടം 8 നിലയിൽ പൊട്ടുന്നു. മോഹൻലാൽ ക്യാമിയോ ആയിട്ട് അഭിനയിച്ചതിനെ കൊണ്ട് ബബ വിജയിച്ചിട്ടൊന്നുമില്ല, പൊട്ടിപ്പാളീസായി. അതേപോലെ ഇപ്പോൾ പാട്രിയറ്റ് മോഹൻലാൽ ക്യാമിയോ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചതിനെ കൊണ്ടൊന്നും രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. അതിനു മുമ്പ് മമ്മൂട്ടി ജയറാമിൻ്റെ പടത്തിൽ ഏതെല്ലോ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ക്യാമിയോ എന്ന് പറഞ്ഞിട്ട്, ഒന്നും നിലതൊട്ടിട്ടില്ല, എല്ലാം പൊട്ടി. അപ്പോൾ ഇപ്പോൾ അടുത്ത് അത് കണ്ടിട്ട് ഈ ചോട്ടാ നടന്മാരുടെ പടത്തിൽ ഇപ്പം ക്യാമിയോ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതായത് ടോവിനോൻ്റെ പടത്തിൽ പൃഥ്വിരാജ് ക്യാമിയോ ആയിട്ട് വരുത്ത്. അതുപോലെ മറ്റേ ഇവർ സൂപ്പർ താരങ്ങളെ കണ്ടിട്ട് അവരും. പിന്നെ ഈ ഫഹദിൻ്റെ പടത്തിൽ കുഞ്ചാക്ക ബോബൻ ക്യാമിയോ. ഇത് ഇപ്പോൾ ഒരു പുതിയൊരു ഉഡായിപ്പ്. അപ്പോൾ ഈ മറ്റേ നടനും കൂടി 2 നടന്മാർക്ക് കൊടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല. ഇപ്പോൾ പ്രൊഡ്യൂസർക്ക് 2 നടന്മാർ തുല്യ റോളിൽ അഭിനയിപ്പിക്കാൻ പണ്ടത്തെ പോലെ മൾട്ടി സ്റ്റാർ എടുക്കാനുള്ള പൈസ ഇല്ല. അതുകൊണ്ടാണ് മറ്റൊരു നടനെ ഒരു അരമണിക്കൂറത്തേക്ക് കാമണിക്കൂറത്തേക്ക് എടുത്തിട്ട് ക്യാമിയോ എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നത്. അപ്പോൾ ആ ഉഡായിപ്പിനെ കുറിച്ച് ഞാൻ ഇപ്പം പറഞ്ഞത്. അങ്ങനെ എന്ത് ഉഡായിപ്പ് കളിച്ചിട്ട് പടം വിജയിക്കുന്നില്ല. ഇപ്പോൾ മോഹൻലാലിൻ്റെ പടത്തിൽ മമ്മൂട്ടി ക്യാമിയോ ആയതിനെ കൊണ്ടോ, മമ്മൂട്ടിൻ്റെ പടത്തിൽ മോഹൻലാൽ ക്യാമിയോ ആയതിനെ കൊണ്ടോ പടം വിജയിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ.